ഫ്രണ്ട്സ്, നമുക്ക് ഇതൊരു സ്പീക്കറാണ്. ഒരു സ്പീക്കർ നമ്മൾ ചെക്ക് ചെയ്യുന്ന പല മെത്തേഡുണ്ട്. ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമ്മൾ മൾട്ടിമീറ്റർ, ഒരു ടെക്നീഷ്യൻ ആദ്യം മൾട്ടിമീറ്റർ വെച്ച് നോക്കും കണ്ടിന്യൂറ്റി ഉണ്ടോ. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്ററിൽ ഇതുകൊണ്ട് ബസറിലിട്ടിട്ട് നമ്മൾ ആദ്യം ബസർ വർക്കിംഗ് ആണോ എന്ന് നോക്കും. ബസർ വർക്കിംഗ് ആണോ എന്നുള്ളത് കാണല്ലോ, 00 വരും. ഇനി അത് നമ്മൾ ചെക്ക് ചെയ്യും. മീറ്റർ ഇത് ഓക്കെയാണ്, സ്പീക്കർ ഓക്കെയാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ രീതിയിൽ ചെക്ക് ചെയ്യാൻ 2 ഗുണങ്ങളുണ്ട്. നമ്മൾ ഈ സ്പീക്കറിന് അങ്ങോട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് സ്പീക്കറിൻ്റെ അകത്ത് നിന്ന് സൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ സ്പീക്കറിൻ്റെ ഈ കോയിൽ മൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് വോൾട്ടേജ് തിരിച്ചും വരണം. അങ്ങനെയാണല്ലോ ന്യൂട്രൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു LED നീളം കൂടിയ ലൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ്, നീളം കുറഞ്ഞത് നെഗറ്റീവ്. അപ്പം നീളം കൂടിയ സാധനം നെഗറ്റീവേലും നീളം കുറഞ്ഞത് പോസിറ്റീവേലും കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ, സ്പീക്കർ നമ്മളൊന്ന് തട്ടുക, ഇത് മൂവ് ചെയ്യുക. ഇത് കണ്ടോ, റെഡ് കത്തുന്നതുണ്ടോ? അങ്ങനെ ഏത് കളറാണേലും കത്തും, റെഡ് കത്തും. അതായത് എപ്പോഴും നമ്മൾ തിരിച്ചു കൊടുക്കുക. പോസിറ്റീവ് ലൈൻ കൊണ്ട് നെഗറ്റീവ് ലൈൻ കൊണ്ട് പോസിറ്റീവ്. ഇത് കണ്ടോ, മൾട്ടി കളർ പിങ്ക് കത്തുന്നുണ്ടോ? എല്ലാം LED ഇതുണ്ടോ, നീല കളറും ഇത് കത്തും. ഏത് സാധനവും കത്തും. ഞാൻ പല കളർ LED ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു രസത്തിന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് സ്പീക്കർ വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വോൾട്ടേജ് ഇങ്ങോട്ട് വരുള്ളൂ. ഒരു 3 വോൾട്ട് വരാതെ LED കത്തുകയെന്ന് നിങ്ങൾക്കറിയാം. ഇത് കണ്ടോ, മഞ്ഞ LED, സകല LEDയും കത്തും. അപ്പോൾ 3 വോൾട്ടോളം വോൾട്ടേജ് ഇതിനകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഇതിനകത്ത് തന്നെ നമുക്ക് അർത്ഥമായി. ഇത് കണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കത്തിയല്ല. ഇത് കണ്ടോ, നല്ല പ്രകാശത്തിൽ ഇത് കത്താൻ പറ്റും, കത്തും. ഇപ്പോൾ സ്പീക്കർ നമ്മൾ തട്ടുന്നു, അവിടെ വോൾട്ടേജ് ഉണ്ടാകുന്നു, LED കത്തുന്നു. ഇനി അടുത്ത മെത്തേഡ് കാണിക്കാം. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വോൾട്ടേജ് കൊടുത്താൽ ഈ സ്പീക്കർ റെസ്പോൺസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കിയത് സ്പീക്കറിന് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന്. കോയിൽ കത്തിയിരുന്നാലും കണ്ടിന്യൂറ്റി കാണിക്കും. സ്പീക്കർ വർക്ക് ചെയ്യണമെന്നില്ല. മീറ്റർ നോക്കുന്നതിന് 100% ഇതില്ല. പിന്നെ ഈ കോയിൽ മൂവിങ് ആണെങ്കിൽ മാത്രമേ LED കത്തുള്ളൂ. അപ്പോൾ നമുക്ക് 50% ഉറപ്പിക്കാം ഇത് ഓക്കെ ആണെന്നുള്ളത്. പിന്നെ 100% ഉറപ്പിക്കാൻ ഒരു 1.5 വോൾട്ട് ഒരു ബാറ്ററി എടുത്തിട്ട് ഇതിൻ്റെ പോസിറ്റിവിറ്റി എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. കൊടുത്തു കഴിയുമ്പോൾ ഇത് നമ്മൾ സ്പാർക്ക് ചെയ്യിക്കണം. ഇത് കണ്ടോ, ശബ്ദം കേട്ടോ, സ്പീക്കർ വർക്ക് ചെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ കേൾക്കാമല്ലോ. 1.5 വോൾട്ട് കൊണ്ട് ഒരിക്കലും കത്തിയല്ല. 3 വോൾട്ടിന് മേളിൽ പോയാലൊക്കെ 4 വോൾട്ടൊക്കെ വന്നാലേ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ 3 രീതിയിൽ നമുക്ക് സ്പീക്കർ ചെക്ക് ചെയ്യാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേരെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ.